ആരടാ? ഞാനടാ. ഏത് ഞാൻ? പെരുമാണിത്തങ്ങള്. തങ്ങളുടെ മോന്റെ ഒന്ന് കാണിച്ചേ. കണ്ടു. എന്റെ തങ്ങളെ അഭി നീയാ? നീ എന്താ ഇവിടെ? പെയിന്റ് അടിക്കാൻ. നീയാ? ഇവിടെയാ? പിന്നെ ആടാ. ഞാൻ അപ്പുറത്തോട്ട് വരാം. എന്നാലും നീ എപ്പോഴാടാ പെരുമാണിക്ക് വന്നേ? ഞാനടാ. നിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. പിന്നെ നാസർക്കായ കണ്ടായിരുന്നേ. എന്നാലും ഭീകര സർപ്രൈസ് ആയി പോയിട്ടാ. പെയിന്റ് അടിയും പാട്ടൊക്കെ പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടം. പെയിന്റ് അടിച്ചോണ്ട് പാട്ടും പാടും. വീടിനകത്ത് ഭിത്തിയിലടിക്കാൻ വീടിന്റെ അകത്തും കയറൂലേ? പേടിക്കണ്ട, ഉമ്മ ഉണ്ടല്ലോ. ഉമ്മെങ്ങാനും കുളിക്കാൻ കയറിയാലോ? രണ്ടും മുറിന്റെ അകത്ത് ഒറ്റക്കാവൂലേ? അല്ല, ഇപ്പൊ ഉമ്മ വന്നിട്ടുണ്ടോ? ഉമ്മ ഇല്ലാണ്ട് പിന്നെ തങ്ങളെ രണ്ടും കൂടെ എങ്ങനെ? രണ്ടും അടുക്കണില്ല. എന്നാലും സോപ്പിട്ട ഞാൻ വീഴ്ത്തും. അതൊക്കെ രസാ. അതെ, ഇത് നോക്കിയാ അഭി, ഇതിലൊരു കളർ സെലക്ട് ചെയ്തേ. നിങ്ങളെ പെരുമാനിക്കണ്ട എനിക്ക് വലിയ പിടുത്തൊന്നുമില്ലട്ടാ. അതൊന്നും കുഴപ്പമില്ല, ഈ ഒന്ന് നോക്കി സെലക്ട് ചെയ്തതാ. ഇത് നിന്റെ റൂമല്ലേ? ആ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. അഭി പക്ഷെ അധികം ചെലവൊന്നും വരില്ല കേട്ടാ. ഈ പെയിന്റ് അടി മൊത്തം എന്റെ കാശിനാ. നിങ്ങൾ ആശ കൊടുന്നാടേ. ആടും കോഴിയൊക്കെ ഉണ്ടടാ. അല്ല, നിന്റെ കല്യാണൊക്കെ എന്തായി? കല്യാണോ? ആ. എന്റെയോ? ഒന്ന് പോടുന്നു. എന്താടാ, കല്യാണം കഴിക്കേ. പക്ഷെ പെരുമാനി തന്നെ മതി കേട്ടാ. അതെ, വീടൊന്ന് കുടുംബാവട്ടെ, എന്നിട്ട് മതി കല്യാണവും മേളവും ഒക്കെ. എന്നാലും എന്റെ കല്യാണത്തിന് പെയിന്റ് അടിക്കാൻ നീയേ. എടാ, നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു കളിയും ചിരിയും അത് നമുക്ക് കണ്ടില്ല നിൽക്കാം. ഓന് ചിരിക്കാനും കളിക്കാനും പെരുമാനിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഈ അവസാന സമയത്ത് എവിടെ നിന്ന് പറന്നിറങ്ങിയടേ നായിന്റെ മോൻ. നല്ല കാര്യപ്രാപ്തിയുള്ളവനാ. എത്ര നാളായിട്ടുള്ള വണ്ടി ഇടപാടാ. 100% അവനെ വിശ്വസിക്കാം. പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരണില്ല. ഒരു കണക്കിന് എല്ലാത്തൊക്കെ ഞാനാടാ ഈ ലോകത്തുള്ളത്. ഇന്നത്തെ കാലത്ത് കല്ലുകുടിയോ വീഡിയോ ഇല്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ? പോരാത്തതിന് വായി 4 സ്വർണ്ണ പല്ലു.